2025 ഏപ്രിൽ മാസം 22-ാം തീയതി കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ബീഹാറിൽ നിന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. അതിൻ്റെ തത്സമയ വീഡിയോയും അതിൻ്റെ തർജ്ജമയും കറുപ്പും വെളുപ്പും ചാനൽ വഴി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നിങ്ങൾ തന്ന പ്രതികരണം അഭൂതപൂർവമാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രത്യേക പരിപാടിയായ മൻ കി ബാത്തിലൂടെ അതിൻ്റെ 124-ാം എപ്പിസോഡിലൂടെ അദ്ദേഹം ജനങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അതിൻ്റെ വീഡിയോയും മലയാളത്തിലുള്ള തർജ്ജമയും കറുപ്പും വെളുപ്പും ചാനൽ നിങ്ങൾക്ക് തരികയാണ്. हमले की तस्वीरों मेरे प्यारे देशवासियों देखकर नमस्कार खोल रहा है। आज जब मैं आपसे मन की बात कर रहा हूं तो मन में गहरी पीड़ा है। 22 अप्रैल को पहलगाम में हुई आतंकी वारदात ने देश के हर नागरिक को दुख पहुंचाया है. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ ഹൃദയം അഗാധമായ ദുഃഖത്തിലാണ്. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ലോകത്തെ ഓരോ പൗരന്റെയും ഹൃദയം നുറുങ്ങിപ്പോയി. पीड़ित परिवारों के प्रति हर भारतीय के मन में गहरी संवेदना है. भले वो किसी भी राज्य का हो, वो कोई भी भाषा बोलता हो, लेकिन वो उन लोगों के दर्द को महसूस कर रहा है जिन्होंने इस हमले में अपने परिजनों को खोया है. भारतीय का खून आतंकी हमले की तस्वीरों को देखकर खौल रहा है. ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ ഈ ഭീകരാക്രമണത്തിനിരയായവരോട്, പ്രിയപ്പെട്ടവരും നഷ്ടപ്പെട്ടവരോട് അതിയായ അനുകമ്പയുണ്ട്. അവർ ഏത് സംസ്ഥാനത്തുള്ളവരുമായിക്കോട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരുമായിക്കോട്ടെ, അവരുടെ വേദന അവർക്ക് മനസ്സിലാകും. ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഓരോ ഭാരതീയന്റെയും രക്തം തിളച്ചു മറിയുന്നത് എനിക്ക് മനസ്സിലാവും. पहलगाम में हुआ यह हमला आतंक के सरपरस्तों की हताशा को दिखाता है, उनकी कायरता को दिखाता है. ऐसे समय में जब कश्मीर में शांति लौट रही थी, स्कूल कॉलेजों में एक वाइब्रेंसी थी, निर्माण कार्यों में अभूतपूर्व गति आई थी, लोकतंत्र मजबूत हो रहा था, पर्यटकों की संख्या में रिकॉर्ड बढ़ोतरी हो रही थी, लोगों की कमाई बढ़ रही थी, युवाओं के लिए नए अवसर तैयार हो रहे थे. देश के दुश्मनों को, जम्मू कश्मीर के दुश्मनों को ये रास नहीं आया. आतंकी और आतंक के आका चाहते हैं कश्मीर फिर से तबाह हो जाए, और इसलिए इतनी बड़ी साजिश को अंजाम दिया. ഭീകരന്മാരുടെ ഈ ആക്രമണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഭീകരരെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെയും ഒത്താശക്കാരുടെയും മോഹഭംഗവും ഭീരുത്വവും ഇച്ഛാഭംഗവുമാണ്. കാശ്മീരിൽ ശാന്തി തിരിച്ചു വരുന്നതിൻ്റെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും ആരവങ്ങൾ തിരിച്ചു വരുന്നതിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അഭൂതപൂർവമായ വേഗത്തിലുള്ള നടത്തിപ്പിൻ്റെയും നേരെയുള്ള അക്ഷമയാണ്. ജനാധിപത്യത്തിൻ്റെ തിരിച്ചുവരവും ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലുണ്ടായ റെക്കോർഡ് വർധനയും അവരെ അസ്വസ്ഥരാക്കുന്നു. ജനങ്ങളുടെ വരുമാനത്തിലുണ്ടായ വർധനയും യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതും കാശ്മീരിന്റെ ശത്രുക്കൾക്ക് സഹിക്കാനാവുന്നില്ല. രാജ്യത്തിന്റെ ശത്രുക്കൾക്ക്, കാശ്മീരിന്റെ ശത്രുക്കൾക്ക് ഇത് രസിക്കുന്നില്ല. ഭീകരർക്കും അവരുടെ ഒത്താശക്കാർക്കും ജനങ്ങളുടെ വരുമാനത്തിൽ വർധനവും യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങളും കാശ്മീരിൽ ഉണ്ടാകുന്നു. രാജ്യത്തിന്റെ ശത്രുക്കൾക്ക്, കാശ്മീരിന്റെ ശത്രുക്കൾക്ക് ഇത് രസിക്കുന്നില്ല. ഭീകരർക്കും അവരുടെ ഒത്താശക്കാർക്കും രാജ്യത്തിന്റെ ശത്രുക്കൾക്കും കാശ്മീർ അതിന്റെ പ്രൗഢിയിലോട്ട് തിരിച്ചു വരുന്നത് സഹിക്കുന്നില്ല. ക്രൂരമായ ആസൂത്രണത്തോടുകൂടിയുള്ള ഈ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ ഈ അസഹിഷ്ണുതയാണ്. आतंकवाद के खिलाफ इस युद्ध में देश की एकता, 140 करोड़ भारतीयों की एकजुटता हमारी सबसे बड़ी ताकत है.
यही एकता आतंकवाद के खिलाफ हमारी निर्णायक लड़ाई का आधार है। हमें देश के सामने आई इस चुनौती का सामना करने के लिए अपने संकल्पों को मजबूत करना है। ഭീകരതയ്ക്കെതിരെയുള്ള ഈ യുദ്ധത്തിൽ നമ്മൾ 140 കോടി ജനങ്ങളുടെ ഒത്തൊരുമിപ്പാണ് ഏറ്റവും വലിയ ശക്തി. രാജ്യത്തിന്റെ ഈ ഒത്തൊരുമയാണ് ഭീകരതയ്ക്കെതിരെയുള്ള നമ്മുടെ ഈ നിർണായക യുദ്ധത്തിലെ കരുത്ത്. 7 നമ്മുടെ രാഷ്ട്രത്തിനെതിരെയുള്ള ഈ അക്രമത്തിനെ നമ്മൾ ശക്തിയായി ചെറുക്കേണ്ടതുണ്ട്. इस आतंकी हमले के बाद लगातार दुनिया भर से संवेदनाएं आ रही हैं। मुझे भी ग्लोबल लीडर्स ने फोन किए हैं, पत्र लिखे हैं, संदेश भेजे हैं। इस जघन्य तरीके से किए गए आतंकी हमले की सबने कठोर निंदा की है। उन्होंने मृतकों के परिवारजनों के प्रति संवेदनाएं प्रकट की है। पूरा विश्व आतंकवाद के खिलाफ हमारी लड़ाई में 140 करोड़ भारतीयों के साथ खड़ा है। ലോക നേതാക്കളുടെ സന്ദേശങ്ങളിലൂടെയും കത്തുകളിലൂടെയും ഈ ക്രൂരമായ അക്രമത്തിനെ ശക്തമായി അപലപിക്കുന്നു. അവർ വീരമൃത്യു വരിച്ചവരുടെ കുടുംബങ്ങളോടൊപ്പമാണ്. ലോകമെങ്ങും ഈ ഭീകര പ്രവർത്തികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ 140 കോടി ജനങ്ങളോടൊപ്പമുണ്ട്. मैं पीड़ित परिवारों को फिर भरोसा देता हूं, उन्हें न्याय मिलेगा, न्याय मिलकर रहेगा। इस हमले के दोषियों और साजिश रचने वालों को कठोरतम जवाब दिया जाएगा। ദുഃഖിതരായ കുടുംബങ്ങളോട് എനിക്ക് വീണ്ടും പറയാനുള്ളത്, അവർക്ക് തീർച്ചയായും നീതി ലഭിക്കും. അവർക്ക് നീതി ലഭിക്കുമെന്ന് ഉറപ്പാക്കും. അക്രമികൾക്കും അവരുടെ ഒത്താശക്കാർക്കും സഹായികൾക്കും കഠോരമായ രീതിയിൽ രാജ്യം മറുപടി നൽകിയിരിക്കും.